പട്ടികജാതി വിഭാഗങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുണ്ടെങ്കിലും പകുതി പോലും താഴെത്തലങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പട്ടികജാതി വികസന വകുപ്പ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരുകൾ പാർലമെന്റും നിയമസഭയും പാസാക്കുന്ന പ്രത്യേക ഉത്തരവുകളും പട്ടികജാതിക്കാരായ ആളുകൾക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി നാം പരിശോധിക്കേണ്ട ഒരു കാര്യം. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുണ്ട്, സംവരണ ആനുകൂല്യങ്ങളുണ്ട്. എത്ര ശതമാനം ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നുണ്ട്? പലപ്പോഴും ഇത് കിട്ടാതെ വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്. അതിൽ പകുതി പോലും താഴെ തലങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർലമെന്റും നിയമസഭകളും പാസാക്കുന്ന ഉത്തരവുകളിലൂടെ ഭരണഘടനാപരമായുള്ള സംവരണ ആനുകൂല്യം അടക്കമുള്ളവയും ആനുകൂല്യങ്ങളും പട്ടികജാതി വർഗ വിഭാഗങ്ങളിലെ എത്ര ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി വർഗ വിഭാഗങ്ങളോട് ഉദ്യോഗസ്ഥർക്കുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആർ രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.